വെൽക്കം ഓൾ. അപ്പോൾ ഇന്ന് നമ്മളൊരു സെൻറ്റാങ്കിൾ ആർട്ടാണ് ചെയ്തെടുക്കുന്നത്. സോ ഫസ്റ്റായിട്ട് ഒരു A4 ഷീറ്റ് എടുത്തിട്ട് അതിൽ 18x28 ലെങ്ത് ആൻഡ് ബ്രെഡ്ത്തിൽ നമ്മളൊരു ബോർഡർ വരച്ചെടുക്കുകയാണ്. ആ ബോർഡറിൽ നമ്മൾ ഇതുപോലെ 8 ലോങ് ലൈൻസ് വരച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫ്രീ ഹാൻഡ്സിൽ പെട്ടെന്ന് വരച്ചെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു സ്കെയിൽ വെച്ചിട്ട് നമുക്ക് ആദ്യം 8 ലോങ് ലൈൻസ് വരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 16 കോളംസ് ഇതുപോലെ കിട്ടും. ശേഷം നമുക്ക് നമ്മുടെ ബ്ലാക്ക് ഇങ്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് പിന്നീട് ബാക്കി വരച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ശേഷം നമ്മൾ ഇതുപോലെ പെബിൾസ് ആണ് വരച്ചെടുക്കുന്നത്. ആ പെബിൾസ് നമ്മൾ ഫ്രീ ആയിട്ട് വരച്ചതുപോലെ പെബിൾസ് ഓരോന്ന് വരയ്ക്കുക. അതിൻ്റെ സൈഡിലുണ്ടാകുന്ന ബാലൻസ് വരുന്ന വൈറ്റ് പ്രതലം നമ്മൾ എന്ത് ചെയ്യാണ്, ഫില്ല് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഈ സെൻറ്റാങ്കിൾ ആർട്ടിൽ ശരിക്ക് വെളുത്ത പ്രണയത്തിൽ കറുത്ത മഷിയോടുള്ള പ്രണയം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് കാവ്യാത്മകമായിട്ട് പറയാം. കാണുമ്പം കുറച്ച് സങ്കീർണം എന്നൊക്കെ തോന്നുമെങ്കിലും ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒന്നാണ്. നമ്മളെപ്പോഴും ഇതിലൊരു പെർഫെക്ഷൻ ഒരിക്കലും നോക്കരുത്. ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് വരുന്ന തെറ്റുകളെ കൂടെ നമുക്ക് ശരിയാക്കാൻ പറ്റുന്ന ഒന്നാണ് സെൻറ്റാങ്കിൾ ആർട്ട്. അതുകൊണ്ട് തന്നെയാണ് സെൻറ്റാങ്കിൾ ആർട്ട് ഒരു തെറാപ്യൂട്ടിക് സെക്ഷൻ കൂടെ ആയിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ കേട്ടിട്ടില്ലേ, ഡു നോട്ട് ട്രൈ ടു ബി ബെസ്റ്റ്, ജസ്റ്റ് ഡു യുവർ ബെസ്റ്റ്. അതാണ് നമുക്ക് സെൻറ്റാങ്കിൾ ആർട്ടിൽ ആപ്റ്റ് ആയിട്ടുള്ളത്. നമ്മൾ എന്താണ് ചെയ്യുന്നത് അതാണ് നമ്മുടെ ശരികൾ. നമുക്കതിൽ തെറ്റുകൾ വരുമ്പോൾ ആ തെറ്റുകളെ കൂടെ ശരികളാക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ തിരിച്ച് നമുക്ക് നമ്മുടെ ആർട്ടിലേക്ക് വരാം. ഇതുപോലെ നമ്മൾ പെബിൾസ് വരച്ചെടുക്കുകയാണ്. എന്നിട്ട് അതൊക്കെ നമ്മൾ ബ്ലാക്ക് ഇങ്ക് വെച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊരു ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണെന്ന് നമുക്ക് ഫീൽ ചെയ്യില്ലേ ചെയ്യുമ്പോൾ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഒരു റിലാക്സ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ചിലരൊക്കെ ചോദിക്കാറുണ്ട്, എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ടിട്ട് ഇത് ചെയ്യുന്നതെന്ന്. അവരോട് ഒറ്റ പറയാനുള്ളൂ, ഒറ്റ തവണ നിങ്ങളൊരു പേപ്പറും പെന്നും എടുത്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സ്ട്രെസ് റിലീഫ് മാത്രമല്ല, നമ്മുടെ മൈൻഡൊക്കെ ഫ്രീ ആവുക ചെയ്യും. ഓരോ പെബിൾസും വരച്ചെടുക്കുമ്പം നമ്മളുടെ ഇഷ്ടമാണ് അതിൻ്റെ സൈസ് എത്ര വേണം, വലിയ പെബിൾസ് വേണോ, സ്മോളായിട്ട് വരയ്ക്കണോ. നമ്മളിങ്ങനെ ചെയ്ത് തുടങ്ങിയതിന് ശേഷം നമുക്ക് തന്നെ മനസ്സിലാവും അടുത്ത പെബിൾ എത്ര വരയ്ക്കണം എന്നൊക്കെ ഉള്ളത്. സോ ഓരോ പെബിൾസ് വരച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ അതിൽ ബ്ലാക്ക് ഇങ്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക. ചില പെബിൾസിന് നമുക്ക് ഷേപ്പ് മാറ്റാൻ തോന്നുമ്പോൾ നമ്മൾ അതിൽ കുറച്ച് ബ്ലാക്ക് സൈഡിലൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സൈസിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിലുമായിട്ട് നമുക്ക് ഇതുപോലെ പെബിൾസ് വരച്ചെടുക്കാം. അപ്പം പെബിൾസ് വരച്ച് ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം ഞാനൊരു 0.5 mm യൂണിബോളിൻ്റെ പേന എടുത്തിട്ടാണ് ഞാൻ അതിനകത്ത് ലൈൻസ് വരച്ച് കൊടുക്കുന്നത്. കുറച്ചുകൂടെ തിൻ ലൈൻ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടായിരുന്നു. ഇതുപോലെ നമ്മൾ ലൈൻസ് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ആ പെബിൾസ് ഫില്ല് ചെയ്ത് ഇങ്ങനെ വരുമ്പം ഒരു സ്പൈഡർ വെബ് പോലെയൊക്കെ ചിലർക്ക് ഫീൽ ചെയ്യാം. പക്ഷെ എന്താ പറയുക, അതുപോലെയാണ് നമുക്കൊരു ഔട്ട്കം വരുന്നത്. ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒന്നാണ്. പക്ഷെ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ നമുക്കിത് കുറച്ച് ഡിഫിക്കൽട്ടാണെന്ന് ഫീൽ ചെയ്യുമെങ്കിലും നിങ്ങൾ ഈ വീഡിയോ കണ്ട് ചെയ്യണമെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇത് ഫുള്ളും അതുപോലെ തന്നെ വരച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒന്നാണ്. അപ്പോൾ എന്ത് പറഞ്ഞാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഒട്ടും വരയ്ക്കാൻ അറിയാത്ത എനിക്ക് തന്നെ ഇത്രയും പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു സ്പൈഡർ വെബ് പോലെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. വരച്ച് കഴിയുമ്പം ഔട്ട്പുട്ട് അടിപൊളിയാണ്. അപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫൈയിങ് ആണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ വരച്ചിട്ട് നിങ്ങളുടെ പിക്ചേഴ്സൊക്കെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾ അയച്ചു തരും. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ്, നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലത്തെ അടിപൊളി വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അപ്പം താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.